+1 കൊമേഴ്സ് ഫാമിലി. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉള്ള 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മുടെ എസ് എ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എസ് എ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കിയാലോ. ഫസ്റ്റിൽ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പം നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ നിന്ന് 5 മാർക്കിന് ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ നെറ്റ്വർക്ക് ടോപ്പോളജീസ് എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ. ആദ്യം നമുക്ക് വരുന്നതാണ് നമ്മുടെ ബെസ്റ്റ് ടോപ്പോളജി, ആൻഡ് ദെൻ നമുക്ക് വരുന്നത് സ്റ്റാർ ടോപ്പോളജി, റിംഗ് ടോപ്പോളജി ആൻഡ് മെഷ് ടോപ്പോളജി. ആദ്യം വരുന്നത് ബെസ്റ്റ് ടോപ്പോളജി. എന്താണ് ബെസ്റ്റ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സിംഗിൾ കേബിളിൽ കുറേ അധികം ഡിവൈസസിനെ, അതായത് നോഡുകളെ കണക്ട് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ബെസ്റ്റ് ടോപ്പോളജി എന്ന് പറയുന്നത്. യെസ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്, ആൻഡ് അതുപോലെ ഒരു സിംഗിൾ കേബിൾ മാത്രം യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എക്സ്പെൻസീവ് അല്ല, ആൻഡ് അതുപോലെ തന്നെ പിന്നെന്താണ്, ഏതെങ്കിലും ഒരു നോഡിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷനെ അത് ഫുള്ളായിട്ട് ബാധിക്കുന്നില്ല. അതുപോലെ ഏതെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ബെസ്റ്റ് ടോപ്പോളജിനെ കുറിച്ച് പറയാനായിട്ട് സാധിക്കുക. നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റാർ ടോപ്പോളജി. സ്റ്റാർ ടോപ്പോളജി എങ്ങനെയാ വരിക, നമുക്കൊരു ഹബ് അല്ലെങ്കിൽ ഒരു സ്വിച്ച് ഉണ്ടാവും, അതിലേക്കായിരിക്കും നമ്മുടെ നോഡുകളെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടാവുക. യെസ്. അപ്പോൾ ഒരു ഹബ് അല്ലെങ്കിൽ ഒരു സ്വിച്ച് ഉണ്ടാവും, അതിലേക്ക് നമ്മുടെ നോഡുകളെല്ലാം തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഇതിലേക്ക് മാക്സിമം നോഡുകളെ ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും സാധിക്കും. ഇപ്പം നമ്മുടെ ബെസ്റ്റ് ടോപ്പോളജിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ കേബിൾ ഇതിനകത്ത് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഇപ്പം നമുക്ക് എന്താ പറയുക, ഇറർ കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടെ ഈസി ആയിരിക്കും ഇതിനകത്ത് വരുമ്പോഴത്തേക്കും. എക്സ്പാൻഡ് ചെയ്യാൻ എളുപ്പമാണ്, അതുപോലെ തന്നെ നമുക്ക് ചുരുക്കാനും സാധിക്കും. യെസ്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എന്തിനകത്ത് വരിക, സ്റ്റാർ ടോപ്പോളജിയിൽ വരിക. ദെൻ നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് റിംഗ് ടോപ്പോളജി. റിംഗ് ടോപ്പോളജി എങ്ങനെയാ വരിക മക്കളെ, ഇതെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ഇതാണ് റിംഗ് ടോപ്പോളജി എന്ന് പറയുക. അതായത് ഒരു സിംഗിൾ ഡയറക്ഷനിലായിരിക്കും ഇവിടെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നുണ്ടാവുക. എല്ലാ നോഡുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. സോ ഒരു നോഡിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് എൻ്റയർ കമ്മ്യൂണിക്കേഷനെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഫൈനലി മെഷ് ടോപ്പോളജി. ഇതിനകത്ത് നമുക്കൊരു റൂട്ടർ ഉണ്ട്, ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ കുറേ അധികം നോഡുകളും ഉണ്ട്. ആൻഡ് ഇതിൻ്റെ എല്ലാം പ്രത്യേകത എന്താണ്, ഇതെല്ലാം റൂട്ടറിനോട് കണക്റ്റഡ് ആണ്, ആൻഡ് അതുപോലെ തന്നെ ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലും കണക്റ്റഡ് ആണ്. ഇതാണ് മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു നോഡിനോ അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ പോകുന്ന വേക്കോ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാലും അത് എൻ്റയർ കമ്മ്യൂണിക്കേഷനെ ബാധിക്കത്തില്ല, ആ ഒരൊറ്റ ഇതിനെ മാത്രമേ ബാധിക്കുള്ളൂ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ ഈസി ആയിട്ട് നടക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇത് വളരെയധികം എക്സ്പെൻസീവ് ആണ്, കാരണം ഇതിൽ കൂടുതൽ കേബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്, ആൻഡ് അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനും അതുപോലെ അതിനെ മാനേജ് ചെയ്യുന്നതും ഒക്കെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതാണ് മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത്. ആൻഡ് ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 5 മാർക്കിന് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം ഇത് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളതും കൂടെ മിസ് ഒന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് തിങ്, നിങ്ങൾ എന്ത് ചെയ്യുക, എന്താണ് ടോപ്പോളജി എന്ന് പറയുമ്പോഴത്തേക്കും ഉദ്ദേശിക്കുന്നത് എന്ന് എഴുതുക. വാട്ട് യു മീൻ ബൈ ടോപ്പോളജി? നമുക്കറിയാം, കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഡിവൈസസിനെ ഫിസിക്കലി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുമ്പോഴത്തേക്ക് ഉദ്ദേശിക്കുക. അപ്പൊ അത് നമ്മൾ എഴുതുന്നു. ആൻഡ് അതിന്റെ താഴെ നമുക്ക് 4 ടൈപ്സ് ഓഫ് ടോപ്പോളജീസ് ഉണ്ട്. ഏതൊക്കെയാണ് ടോപ്പോളജീസ് എന്നുള്ളത് പേര് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് പറയാം. അതിനുശേഷം ഓരോ ടോപ്പോളജീസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഫസ്റ്റിലെ ബെസ്റ്റ് ടോപ്പോളജി എന്ന് എഴുതുന്നു. അതിനുശേഷം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ എല്ലാം ഡെഫിനറ്റ്ലി നിങ്ങൾ ഇത് ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പിക്ചർ വരച്ചു വെക്കുക. ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നും വരയ്ക്കേണ്ട. ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ലൈൻ കൊടുക്കുന്നു, ആ ലൈനിൽ കുറേ ഡിവൈസസ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് വരയ്ക്കുന്നു. എന്നിട്ട് ഈ ഒരു ലൈനിന് ബസ് എന്നും ആ ഡിവൈസസിന്റെ നേരെ നോഡെന്നും കൊടുക്കുന്നു. യെസ്. അതിനുശേഷം ആ ഒരു പിക്ചർ വെച്ച് നിങ്ങൾ അതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കുക. എന്താണ്, ഇതുപോലെ ഒരു സിംഗിൾ കേബിളിലാണ് ഡിവൈസസിനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആൻഡ് ഒരു സിംഗിൾ കേബിൾ മാത്രം യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലെസ് എക്സ്പെൻസീവ് ആണ്, ഈസി ടു ഇൻസ്റ്റാൾ ആണ്, അതുപോലെ ഫോൾട്ട് കണ്ടുപിടിക്കാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇത്ര എഴുതി വെക്കാം. ബെസ്റ്റ് ടോപ്പോളജി കഴിഞ്ഞു. അടുത്തത് സ്റ്റാർ ടോപ്പോളജി. ഹെഡിങ് കൊടുക്കുന്നു, ഈ ഒരു പിക്ചർ വരയ്ക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ആ പിക്ചർ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക.
ഇതുപോലെ ഓരോ ടോപ്പോളജീസിനെയും കുറിച്ച് നിങ്ങൾ എഴുതുക. അപ്പൊ ഇങ്ങനെ എഴുതുന്നത് കൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാണുന്ന ആൾക്ക്, അതായത് ഇത് വാലുവേഷൻ നടത്തുന്ന ആൾക്ക് എന്തായാലും കാണുമ്പോൾ മനസ്സിലാവും യെസ് ഈ കുട്ടിക്ക് കുറച്ച് നന്നായിട്ട് കാര്യങ്ങൾ അറിയാം. നമ്മൾ കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താ പറയുക തിയറി മാത്രം എഴുതി വെക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് പിക്ചർ വരച്ച് അതിനെ റെപ്രസെന്റ് ചെയ്ത് എഴുതുന്നതായിരിക്കും. അപ്പോൾ എന്താണ് നമുക്ക് കാണുമ്പോൾ ഒരു വൃത്തി നമുക്ക് തോന്നുകയും ചെയ്യും. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ആ ഒരു ടീച്ചറിനെ അറിയിക്കാനും സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പോൾ എന്താ പറയുക കുറച്ച് വൃത്തിയായിട്ട് എഴുതാൻ സാധിക്കും. ആൻഡ് അതുപോലെ തന്നെ മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡും കൂടിയാണ്. യെസ്, അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതിനെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് വരുന്ന അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഇ വേസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനകത്തെ ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് 5 മാർക്കിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ്? റീയൂസ് ഉണ്ട്, ഇൻസിനറേഷൻ ഉണ്ട്, റീസൈക്ലിംഗ് ഉണ്ട് ആൻഡ് ലാൻഡ് ഫില്ലിംഗ്. ഇതൊക്കെയാണ് നമ്മുടെ 4 മെത്തേഡ്സ് എന്ന് പറയുന്നത്. റീയൂസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു ഇലക്ട്രോണിക് ഡിവൈസിനെ വീണ്ടും എടുത്ത് യൂസ് ചെയ്യുന്നു, ഇതിനെയാണ് ഈ റീയൂസ് എന്ന് പറയുന്നത്. ദെൻ ഇൻസിനറേഷൻ, ഹൈ ടെമ്പറേച്ചറിൽ, അതായത് 900 ഡിഗ്രി തൊട്ട് 1000 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇലക്ട്രോണിക് വേസ്റ്റുകളെ കത്തിച്ച് കളയുന്നു. ഇതിനെയാണ് ഇൻസിനറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് റീസൈക്ലിംഗ്. റീസൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? റീസൈക്ലിംഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഡിവൈസിനെ വേറെ എന്തെങ്കിലും ഒന്നായിട്ട് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നു. ഇതാണ് റീസൈക്ലിംഗ് എന്ന് പറയുക. ദെൻ ഫൈനലി ലാൻഡ് ഫില്ലിംഗ് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. എന്താണ്? ഈ പറയുന്ന ഇലക്ട്രോണിക് വേസ്റ്റുകളെ എല്ലാം മണ്ണിനടിയിൽ കുഴിച്ചു മൂടുക. അപ്പൊ ഇതാണ് ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ആൻഡ് ഫൈനലി ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളോട് ചോദിക്കാം വാട്ട് ആർ ദ ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. അപ്പൊ ഇതിനകത്തെ ഓരോന്നിനെ കുറിച്ചും ഡിഫൈൻ ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, എന്താണ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു പ്രോഗ്രാമിനെ ചെറിയ ചെറിയ സബ് പ്രോഗ്രാംസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഇതിന് എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഇത് ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പനിയായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ എന്ത് ചെയ്യും? ഈ പനി വന്നതിൻ്റെ റീസൺ എന്താണ്, എന്തുകൊണ്ട് പനി വന്നു, അല്ലെങ്കിൽ ഇത് പനി മാറാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞുതരും. ഇതുപോലെ ഈ ഒരു പ്രോഗ്രാം നമ്മൾ കൊടുത്തു കഴിയുമ്പം എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നത് എന്നുള്ളത് കണ്ടുപിടിച്ച് ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുന്ന പരിപാടിയാണ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക. ദെൻ അൽഗോറിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട്. അൽഗോറിതംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കണ്ടുപിടിച്ച സൊല്യൂഷൻസ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുന്നതാണ് അൽഗോറിതം എന്ന് പറയുന്നത്. ഈ അൽഗോറിതത്തിനെ നമ്മളൊരു പിക്ചർ റെപ്രസെന്റേഷൻ നടത്തുന്നതിനെയാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്, കുറച്ച് സിമ്പിൾസും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട്. ദെൻ പ്രോഗ്രാം കോഡിംഗ്, നമുക്കറിയാം കമ്പ്യൂട്ടറിനെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കോഡിങ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക C++ പോലെയുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്തുകൊണ്ട് പ്രോഗ്രാം കോഡുകൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുകയാണ്. ദെൻ ട്രാൻസ്ലേഷൻ, ഈ പറയുന്ന പ്രോഗ്രാംസിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യാണ്? എന്തെങ്കിലും ഇറേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിച്ച് റെക്ടിഫൈ ചെയ്യുന്നു. അതാണ് ഡീബഗിങ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ഡീബഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാണ്. ആൻഡ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാണ്? ഡോക്യുമെന്റേഷൻ നടത്തുന്നു. ഇതാണ് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ്. ആൻഡ് ഫൈനലി കമ്മ്യൂണിക്കേഷൻ മീഡിയം, 5 മാർക്കിന് നല്ല രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ ഗൈഡഡ് മീഡിയം ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിനകത്ത് ഗൈഡഡ് മീഡിയം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ആൻഡ് ഏതൊക്കെയാണ് നമ്മുടെ ഗൈഡഡ് മീഡിയം വരുന്നത്? നമുക്ക് ട്വിസ്റ്റഡ് പെയർ കേബിൾ ഉണ്ട്. ആൻഡ് ട്വിസ്റ്റഡ് പെയർ കേബിളിനെ തന്നെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. UTP എന്ന് പറഞ്ഞാൽ എന്താ? അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ ഉണ്ട്. STP ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 2 എണ്ണം വരുന്നത് ട്വിസ്റ്റഡ് പെയർ കേബിൾ. നെക്സ്റ്റ് വരുന്നതാണ് കോവാക്സിയൽ കേബിൾ. കോവാക്സിയൽ കേബിൾ നമ്മുടെ വീട്ടിലൂടെയൊക്കെ പോകുന്ന കേബിൾ കണക്ഷൻ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഫൈനലി നമുക്ക് 3ാമത് വരുന്നതാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ.
ലൈറ്റ് റേസിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്ന് പറയുന്നത്. ആൻഡ് അൺഗൈഡഡ് മീഡിയം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഗൈഡഡ് മീഡിയം ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അൺഗൈഡഡ് മീഡിയം ആണെങ്കിൽ നമുക്ക് രണ്ടെണ്ണമാണ് വരിക, മൈക്രോവേവ്സും ഇൻഫ്രാറെഡ് വേവ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് 5 മാർക്കിന് ഷുവർ ആയിട്ടും വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോർഷൻസ് ഒക്കെ സ്കിപ്പ് ചെയ്യാതെ എക്സാമിന് നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ പോവുക. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ വേണ്ടി പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്.